തൻ്റെ ജീവിതയാത്രയിൽ ഇന്നോളം ഒന്നും വലുതായി ആ മനുഷ്യൻ കണ്ടിട്ടില്ല. കാരണം തൻ്റെ ഭണ്ഡാരത്തിൽ അടിഞ്ഞുകൂടുന്ന അല്ലെങ്കിൽ താൻ സ്വരുക്കൂട്ടുന്ന പണമെല്ലാം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ആ മനുഷ്യൻ കണ്ടിരുന്നു. തൻ്റെ പൊക്കമില്ലായ്മ പോലും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നില്ല. കാരണം ഈ ലോകത്തിനുമേൽ, ആ സമൂഹത്തിനുമേൽ തനിക്കുള്ള ആധിപത്യത്തെക്കുറിച്ച് അയാൾ വാചാലനായിരുന്നിരിക്കാം. ആ യാത്രയിൽ അദ്ദേഹം തീരുമാനിക്കുകയാണ് നസ്രായനായ യേശുവിൻ്റെ അരികിലേക്ക് എത്തണം. യാത്രയിലുടനീളം അദ്ദേഹം യാതൊന്നും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ബഹുപുരുഷാരത്തിൻ്റെ മുൻപിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾ മങ്ങുന്നു. ഒരു അത്തിമരത്തിലേക്ക് അദ്ദേഹം കയറുകയാണ്. തൻ്റെ ജീവിതത്തിലെ പൊക്കമില്ലായ്മയെക്കുറിച്ച് തിരിച്ചറിവുകൾ ഉണ്ടാവുകയാണ്. ജീവിതത്തിൻ്റെ അന്ധകാരം മനസ്സിലാക്കുകയാണ്. തിരിച്ചറിവുകൾ മനസ്സിലാക്കിയ ആ മനുഷ്യൻ്റെ ഒപ്പം തന്നെ നാഥൻ യാത്ര ചെയ്യുന്നു. അവൻ്റെ ഭവനത്തിൽ പാർക്കുന്നു. തിരിച്ചറിവുകളും തൻ്റെ ബലഹീനതകളും മനസ്സിലാക്കിയ മനുഷ്യൻ സർവവും സമർപ്പണം ചെയ്യുന്നു. 130ാമത് മാരാമൺ കൺവെൻഷൻ്റെ 2ാം ദിന കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. നൂറ്റി 130ാമത് മാരാമൺ മഹായോഗത്തിൻ്റെ അനുഗ്രഹാശിസ്സുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്നലെ ഉദ്ഘാടന സമ്മേളനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയും പരിവർത്തനം ഹൃദയത്തിൽ സംഭവിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരികയും ചെയ്തു. 130ാമത് മാരാമൺ കൺവെൻഷൻ്റെ 2ാം ദിനത്തിലെ ബൈബിൾ ക്ലാസ്സിന് അധ്യക്ഷനായി റൈറ്റ് റവറൻഡ് ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ട് സാന്നിധ്യം അരുളുകയും മുഖ്യ സന്ദേശം നൽകി അനുഗ്രഹിച്ചത് ഡോക്ടർ ജെറി പിള്ളയുമായിരുന്നു. Now, there are many biblical images and symbols in the scripture that describes God's intentions. ദൈവത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി പരാമർശിക്കുന്ന വ്യത്യസ്തമായ ചിന്തകളും അലങ്കാരങ്ങളും രൂപകങ്ങളും വേദപുസ്തകത്തിലുണ്ട്. But nothing is more clear than the concept of the kingdom of God. എന്നാൽ ദൈവരാജ്യം എന്ന ആ വലിയ ചിന്തയേക്കാൾ, സങ്കല്പത്തേക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു രൂപകവും ഇല്ല തന്നെ. Especially when we consider the challenges in our contemporary times. നമ്മുടെ സമകാലിക ലോകത്തിലെ പ്രത്യേകമായ വെല്ലുവിളികൾ നാം ചിന്തിക്കുമ്പോൾ ഇത് ഏറ്റവും പ്രസക്തമാണ്. മാരാമൺ കൺവെൻഷൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങൾ, അല്ലെങ്കിൽ മാരാമൺ കൺവെൻഷനിൽ നാം ഏറ്റവും കൂടുതൽ ചേർത്ത് വെക്കുന്നത് ഗാനങ്ങളാണ്. ആത്മാവിനെ തൊടുന്ന, ഹൃദയത്തിലെ സ്പർശിക്കുന്ന നന്മയുള്ള ഗാനങ്ങൾ. ജീവിതഗന്ധിയായി നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്ന വരികളിലൂടെ ദൈവം നമ്മോട് വല്ലാതെ സംസാരിക്കുകയാണ്. ഈ വർഷത്തെ മാരാമൺ മഹായോഗത്തിലും 101 പേരടങ്ങുന്ന മഹാഗായക സംഘം നാം ഒരുമിച്ച് ചേർന്ന് പാടുമ്പോൾ അത് സ്വർഗീയ ഗാനമായി മാറുകയാണ്. 130ാമത് മാരാമൺ കൺവെൻഷൻ്റെ 2ാം ദിനത്തിലും DSMCയുടെ ഗാന ശുശ്രൂഷയോടുകൂടി പ്രഭാതത്തെ യോഗം ആരംഭിച്ചു. നൂറ്റി 130ാമത് മാരാമൺ കൺവെൻഷൻ്റെ 2ാം ദിനത്തിലെ പ്രഭാത യോഗത്തിൽ റൈറ്റ് റവറൻഡ് ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ട് അധ്യക്ഷത പദം അലങ്കരിച്ച യോഗത്തിൽ നവാഭിഷിക്തനായ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ട് മുഖ്യ സന്ദേശം നൽകി മഹായോഗത്തെ അനുഗ്രഹീതമാക്കി. നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ നമ്മെ തളർത്തിക്കളയുവാനല്ല, വിശ്വാസത്തിൻ്റെ പരിശോധനകൾ നമ്മെ തളർത്തിക്കളയുന്നതിന് വേണ്ടിയല്ല, ഈ നിസ്സഹായയുടെ അവസ്ഥ നമ്മെ തളർത്തിക്കളയുന്നതിന് വേണ്ടിയല്ല, പിന്നെയോ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവർ നമ്മെ വിധി എഴുതി ഇനി ഇവൾക്കൊരു ലക്ഷ്യമില്ല എന്ന് ചിന്തിച്ച് അവളോടൊപ്പം സഹതാപം കാണിക്കുന്ന സമൂഹമായി മാത്രം തീരുന്നതിന് വേണ്ടിയല്ല, പ്രത്യാശയിൽ വീണ്ടെടുക്കുന്ന സമൂഹമായും തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു പ്രത്യാശയുടെ സമൂഹമായി, വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുന്ന സമൂഹമായി, ജീവൻ്റെ തുടിപ്പുകളെ പരീക്ഷിക്കുന്ന സമൂഹമായി ഈ നാളുകളിൽ നിലനിൽക്കുന്നതിനുള്ള വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും അതിനെ ഇടയാക്കുമാറാകട്ടെ. മാരാമൺ മഹായോഗം കേവലം വചന കേൾവി മാത്രമായി പോകാതെ ഓരോ വിഭാഗങ്ങളോടും സംസാരിക്കുന്നുണ്ട്. എന്താണ് ഈ വിഭാഗം എന്നല്ലേ? കുഞ്ഞുമക്കളോട്, മുതിർന്നവരോട്,
യുവജനങ്ങളോട്. അങ്ങനെ സഭ എപ്പോഴും ഏകീകൃതമായി ഒറ്റ അടിപ്പാതയാവാതെ എല്ലാ വിഭാഗങ്ങളോടും സംസാരിക്കുകയാണ് ദൈവസ്നേഹത്തെക്കുറിച്ച്, മാറ്റത്തിൻ്റെ വഴി തുറക്കലുകളെക്കുറിച്ച്. 130ാമത് മാരാമൺ കൺവെൻഷൻ്റെ 2ാം ദിനത്തിലെ 2 മണി തൊട്ട് 4 മണി വരെയുള്ള സമയം കുടുംബവേദിക്കായി പ്രത്യേകം മാറ്റിവെക്കുകയുണ്ടായി. അഭിവന്യ സക്കറിയാസ് മാർ അപ്രയും എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ട് അധ്യക്ഷത പദം അലങ്കരിച്ച യോഗത്തിൽ ഡോക്ടർ റീന ജോൺ മുഖ്യ സന്ദേശം നൽകി കുടുംബവേദിയെ ധന്യമാക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നല്ലത് തന്നെ. എന്നാൽ വിശ്വാസയാത്രയിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ ഉള്ള താല്പര്യവും അതിനുള്ള പ്രയത്നവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വിശ്വാസമുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ തലമുറയിലെ ആളുകൾ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ് ജീവിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. മാരാമൺ മഹായോഗത്തിലെ 2ാം ദിനത്തിലെ സായാഹ്ന യോഗം DSMCയുടെ ഗാനശുശ്രൂഷയോടുകൂടി തന്നെ ആരംഭിച്ചു. അതിനനന്തരമായി ഇന്നത്തെ സായാഹ്ന യോഗത്തിൽ മുഖ്യ സന്ദേശം നൽകി അനുഗ്രഹിച്ചത് അഭിവന്യ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ടാണ്. ഈ യോഗത്തിന് അഭിവന്യ റൈറ്റ് റവറൻ ഡോക്ടർ തോമസ് മാർ തീമത്യോസ് എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ട് അധ്യക്ഷത പദം അലങ്കരിക്കുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ, ക്രിസ്തുവിൻ്റെ മൂല്യക്രമത്തിൽ ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ തിരുശരീരവും കർത്താവിൻ്റെ തിരുരക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ആലയത്തിനകത്ത് ദൈവം തമ്പുരാൻ്റെ ശോഭ കൊണ്ട് നിറയുമെന്ന് പറയുക. അല്ലാതെ പുറംമോടി കൊണ്ട് ഇല്യൂമിനേഷനുള്ള ലൈറ്റ് ഇട്ടത് കൊണ്ട്, വലിയ സൗധങ്ങൾ നിർമ്മിച്ചത് കൊണ്ട് മോടിയിലല്ല കാരണം, ഉള്ളിലുള്ള ചൈതന്യമാണ് പ്രധാനമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചരിത്രത്തിൻ്റെ ഏടുകളിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു അതിശയകരമായ പേരാണ് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൻ്റേത്. അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താതീതമായ വാക്ക് ഇങ്ങനെയാണ്: ഈ റോസാ ചെടികൾ നിറയെ മുള്ളുകളാണല്ലോ എന്ന് നമുക്ക് പരാതിപ്പെടാം, എന്നാൽ ഈ മുള്ളുകൾക്കിടയിൽ സൗരഭ്യം പരത്തുന്ന ഭംഗിയുള്ള അഴകാർന്ന റോസാ പുഷ്പങ്ങൾ നിൽക്കുന്നുവെന്ന് നമുക്ക് ആഹ്ലാദിക്കുകയും ചെയ്യാം. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നത്. പരിപരുത്ത അനുഭവങ്ങളുണ്ടാവാം, വേദനകളുടെ മുള്ളുകൊള്ളുന്ന വല്ലാത്ത നോവുന്ന അനുഭവങ്ങളുണ്ടാവാം. എവിടെയും ക്രൈസ്തവ സൗരഭ്യം പകരുന്ന ക്രിസ്തുവിൻ്റെ അനുഭാവികളല്ല, ക്രിസ്തുവിനെ ധരിക്കുന്ന നന്മയുള്ള ഹൃദയങ്ങളാകുവാൻ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നവ്യമായ അനുഭവങ്ങളുമായി മർത്തോമാ മിഷനോടൊപ്പം ചേരാം. ഈ മാരാമൺ കാലം നമുക്കേവർക്കും അനുഗ്രഹീതമാവട്ടെ. നന്ദി.